നമസ്കാരം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാൽമൺ പൊരിച്ചെടുത്തു. ഈ പ്രാവശ്യം നമുക്ക് നല്ല സ്റ്റീക്ക് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ബരീം ബെയ്ച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ സ്റ്റീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ബീഫിൻ്റെ വലിയ കഷ്ണങ്ങളാണ്. ഇത് ഓസ്ട്രേലിയൻ ബീഫ് റിബൈ സ്റ്റീക്സ് എന്ന് പറഞ്ഞിട്ട് 2-2.5 സെൻറ്റിമീറ്റർ തിക്നെസ് ഉണ്ട്. ഇതൊരു ആദ്യം ഇതിൻ്റെ മോയ്സ്ചർ ഒന്ന് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കണം. ഓക്കെ, ആദ്യം ഇതിൻ്റെ വെള്ളം ഒന്നിങ്ങനെ ജസ്റ്റ് വേണ്ട മോയ്സ്ചർ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുക. പലതരം സ്റ്റീക്സ് കട്ട്സ് ഉണ്ട്. ഇത് നമ്മൾ പൊതുവേ ഇത് ഓസ്ട്രേലിയൻ ആണ്. ഓസ്ട്രേലിയൻ, ന്യൂസിലാൻഡ്, പിന്നെ പല വിലയിലുണ്ട്. ഇതിന് ഏകദേശം ഒരു 90 ദിർഹം കിലോക്ക് വരുന്നുണ്ട് ഇതിൻ്റെ വില. 200 ദിർഹം, 250-300 ദിർഹം കിലോക്ക് വില വരുന്ന സ്റ്റീക്സ് അടക്കം അങ്ങനെ പല റേഞ്ചിലുള്ള സ്റ്റീക്സ് ഉണ്ട്. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവർ വളരുന്ന സ്ഥലം, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഇതിൻ്റെ. ഇപ്പോൾ വാഗ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബീഫുണ്ട്. വാഗ്യൂ ബീഫ് സ്റ്റീക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റീക്സ് ആണ്. വൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ആദ്യം ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ഉപ്പ്, സീ സാൾട്ടാണ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പാനിലേക്ക് വെക്കുമ്പോൾ തന്നെ ഇതിലൊരു 30-40% മാരിനേഷൻ പോകും. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു മൾട്ടി സീസണിങ്. ഇതിൽ മല്ലി, ഉപ്പ്, ഈ സീ സോൾട്ട് ഉണ്ട്, പെപ്പർ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി, പലതരം ചില്ലി ഫ്ലേക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മണം കിട്ടും. അപ്പോൾ ഇതൊക്കെ കൂടി ഇങ്ങനെ ഇറങ്ങി ആ സ്റ്റീക്കിൻ്റെ ജ്യൂസിലൊക്കെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഓക്കെ ഗംഭീരമായിട്ടുള്ളൊരു സാധനമായിട്ട് മാറും. അപ്പോൾ ഈ പോകുന്ന ഇത് ഫാറ്റാണ്. ഇതിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ സൈഡ്സിൽ ഫാറ്റ് ഉണ്ടാവും. അതുപോലെ ഇത് നോക്കണം, ഇത് കണ്ടില്ലേ ഈ വൈറ്റ് കണ്ടോ, ഇതാണ് മാബ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി ബീഫിൻ്റെ ജ്യൂസിനെസ്സും ടേസ്റ്റിനെസ്സും ഒക്കെ വരിക. ഇതിനകത്തുള്ള ഫാറ്റാണ്. ഇവിടെ നമ്മളെല്ലാം മാരിനേറ്റ് ചെയ്തു. ഇതൊരു 25-30 മിനിറ്റ്സ് ഒക്കെ വെക്കുക. ഒരുപാട് വെക്കണ്ട, അപ്പം മീറ്റ് ബ്രൗൺ ആയി പോകും. അപ്പോൾ നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് മാരിനേറ്റ് ചെയ്തിട്ട് റെഡി ആവുന്നത് വരെ, നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നത് വരെ നമുക്ക് വെറുതെ ഇരിക്കണ്ട, നമുക്ക് നമ്മുടെ സൈഡ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ മഷ്റൂം ഉണ്ട്. ഈ മഷ്റൂമിനെ ഞാൻ ഈ പാത്രത്തിലേക്ക് ആക്കുകയാണ്. ഓക്കെ, മഷ്റൂം ഓൾറെഡി കുറച്ച് മോയ്സ്ചറൊക്കെ ഉള്ള വൈറ്റ് ഒണിയൻ നമ്മളിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിനെ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മഷ്റൂം ഇടുക. ഓക്കെ, ഒന്നിനും മഷ്റൂം ഇട്ടിട്ട് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കണ്ടമാനുണ്ടല്ലോ, ഇത് കുക്ക് ചെയ്താവുമ്പോൾ മഷ്റൂം ഇങ്ങോട്ട് ചുരുങ്ങും. അടിച്ചു വെക്കും. ഓക്കെ, ഇത് പാസ്ലിയാണ്, മല്ലിയിലല്ല. നമുക്ക് വേണമെങ്കിലേ നമ്മളൊരു ഫ്ലേവർ ആക്കണമെങ്കിലൊക്കെ വേണമെങ്കിൽ മല്ലിയില ഇതാക്കാം. പക്ഷെ അതിൽ കുറച്ച് നമ്മളേതായ ഫ്ലേവർ ആക്കാത്ത നല്ല. അതിന് പാസ്ലിക്കൊക്കെ ഒരു അതിൻ്റെതായ രസമുണ്ട്. പാസ്ലിയൊക്കെ ആകുമ്പോഴേക്കും രസം നന്നാവും. കുറച്ച് പാസ്ലി ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെക്കാം നമ്മുടെ സ്റ്റീക്കിലേക്കും. പിന്നെ ഈ എന്താ പറയുക, നമ്മുടെ സൈഡ് ഡിഷ് ഉണ്ടല്ലോ, മഷ്റൂമിൻ്റെ ഒക്കെ സൈഡ് ഡിഷിലേക്കൊക്കെ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. റോസ്മേരി ഇത് നമ്മൾ ബീഫിൻ്റെ കൂടെ സ്റ്റീക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടും. ഓക്കെ, നമുക്ക് 5 മിനിറ്റ് പോലും ആയിട്ടില്ല, ഒരു 2 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത് കണ്ട, നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. മഷ്റൂമിൻ്റെ ജ്യൂസ് ഇറങ്ങി വന്നാണ്ടോ. അപ്പോൾ ഇതാ നോക്കി, നമ്മളൊന്നും കൂടി തുറക്കാൻ നോക്കിയേ, എന്താണ് മഷ്റൂമിൻ്റെ ജ്യൂസിനെസ്. ഇത് ബേസിക്കലി ഇത് 2 കാര്യമാണ്. ഉപ്പും കുരുമുളകും കൂടി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കൂടുതൽ പെട്ടെന്ന് ഊസ് ഔട്ട് ചെയ്യും. നമുക്കിത് കിട്ടും കേട്ടോ, ചൂടുണ്ടേ. ഞാൻ പോണേ തൽക്കാലം ഈ സ്റ്റവ് ഓഫ് ചെയ്യാം. സോ ഇത് നമ്മൾ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഒരു ചെറിയ പാനിലേക്ക് മാറ്റിയിട്ട് നോ എണ്ണ, ബിക്കോസ് വി ഒരു ഗ്ലേസ് നോക്കിയേ. നീ താക്ക് പാസ്ലി
ഉരുളക്കിഴങ്ങ് ശേഷം മതിട്ടോ. സ്റ്റീക്കിലേക്ക് വേറെ ബട്ടറുണ്ട് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ലേശാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റീക്ക് കുക്ക് ചെയ്യണം. സ്റ്റീക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാനാണ് നല്ലത്. നോൺ സ്റ്റിക്കോ അങ്ങനത്തെ ഒന്നും അല്ലാതെ നല്ല കട്ടിയുള്ള പാനാണ്. ഇതിലും കട്ടിയുള്ള പാനാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായി. കാരണം ഇത് നല്ലോണം ചൂടാക്കണം. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഇത് കുറേ നേരം എടുത്തിട്ട് ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. ആദ്യം ഒരു ഭാഗം വെക്കുക, ഒരു 1 മിനിറ്റ് ടൈം വെക്കുക, വേഗം മറിച്ചിടുക. എന്നിട്ട് പിന്നെ ഒരു 1 മിനിറ്റ് മറിച്ചിടുക, പിന്നെയും 1 മിനിറ്റ് അങ്ങനെ മറിച്ചിടുക. സൈഡ്സ് ഒക്കെ ഉള്ളത് നല്ല കട്ടിയുള്ള സൈഡ്സ് ആണ്. അപ്പം ആ സൈഡും നമ്മൾ ഈ ഇത് വെച്ചിട്ട് ഈ ഫോർസപ്പ് പോലത്തെ സാധനം വെച്ചിട്ട് സൈഡും ഇങ്ങനെ അമർത്തി അങ്ങനെ 1 മിനിറ്റ് 30 സെക്കൻഡ്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഏകദേശം ഒരു 5 to 8 ടൈംസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ്സ് 8 to 10 മിനിറ്റ്സിൽ ഒരു സ്റ്റീക്ക് കുക്കാവും. നല്ലോണം പാൻ ചൂടായി പുക വരുന്നുണ്ട്. ഓയിൽ ഒഴിച്ചു. ഇത് ചീനുള്ള ഒച്ച വരിക ബീഫ് ഇടുമ്പോഴാണ്. ഇപ്പൊ പുക വന്നില്ലേ? ആ, സ്റ്റീക്ക് ഇടുമ്പോൾ എന്താ അറിയോ, away from you. ഓക്കെ, എപ്പോഴും നമ്മൾ സ്റ്റീക്ക് ഇടുമ്പോൾ away from you, അല്ലെങ്കിൽ കൈ മുഴുവൻ ഉള്ളു. So count 30 to 45 seconds. Okay. Okay? അത് കഴിഞ്ഞാൽ ഉടനെ മറിച്ചില്ല. അപ്പം ഇതുവരെ നമ്മൾ ഒരുപാട് കുക്ക് ചെയ്യില്ല. വലിച്ചു വരെ സ്റ്റീക്കിന് ബേസിക്കലി ഇവിടെ 3 ഡൺസ്. ഒന്ന് വെൽ ഡൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒന്ന് വെൽ ഡൺ. പിന്നെ ചൂട് വേണമെന്നാണ് പറയാം. പിന്നെ വെൽ ഡൺ, മീഡിയം ഡൺ, റെയർ എന്ന് പറയും. റെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള കുക്കിംഗ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്ന പോലെ ഉണ്ടാവും. 5 വെക്കില്ല, താഴെ ഇരിക്കും. ഇതിപ്പോൾ ഏകദേശം 30 സെക്കൻഡ്സിന് 1 മിനിറ്റോളായി നമ്മൾ ഇത് വെച്ചിട്ട്. പിന്നെ നേരെ നമ്മൾ മറിച്ചില്ല. അപ്പൊ തന്നെ നോക്കി കളർ ഉണ്ടാവുക. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്ക് കളർ സ്റ്റിൽ അതിൻ്റെ അകത്തുണ്ടാവും. അതാണ് ഒരു ജ്യൂസി സ്റ്റീക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടുതൽ വെക്കാതിരിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. നമ്മൾ ഈ സ്റ്റീക്ക് വെക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ച് അമർത്തണമൊന്നുമില്ല. ഇതിൻ്റെ അകത്തുള്ള ജ്യൂസ് അതിനകത്ത് തന്നെ നിന്നിട്ട് ഇങ്ങനെ വേവണം. ബട്ടർ ഇടുക, റോസ്മേരി ഇടുക. ഓക്കെ, ഇവിടെ ഈ സംഭവം ഇതിൻ്റെ സൈഡിൽ തന്നെ ആവും. ഈ സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക, നമ്മൾ കുക്ക് ചെയ്യാം. കണ്ടോ? അത്രയും സ്റ്റീക്കിൻ്റെ മുകളിലേക്ക് ബട്ടറിന്റെ സോസ്. അപ്പോൾ ആ ഫ്ലേവറൊക്കെ ഇങ്ങനെ സ്റ്റീക്കിലേക്കാണ്. ആ മണം കിട്ടണം. വാവ്, ശരിക്കും ആ നല്ല അടിപൊളി സ്മെൽ. എടുത്തിട്ട് കുറച്ച് നേരം വെക്കണം. ആ ജ്യൂസായിട്ട് അകത്തൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നമ്മൾ കഴിക്കുക. അടിപൊളി മണം വരുന്നുണ്ട്. ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. പ്ലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ടൈമും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. ഈ സ്റ്റീക്കിനെ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഹൗ യു ഗോണ പ്ലേറ്റ് ഇറ്റ്. അതിൻ്റെ അതിന് ഗ്രില്ലിൻ്റെ അതിന് വെച്ച് തന്നെ വേറെ ഒന്നും വെക്കേണ്ട. ഗാർണിഷ് ഗാർലിക്ക്, കുറച്ച് ജ്യൂസ്. അതായത് ജ്യൂസ് ഓക്കെ. സ്റ്റീക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ കട്ട് ഇറ്റ്.
നിയർ ടു വെൽ ഡൺ, പക്ഷെ വെൽ ഡൺ ആയിട്ടുമില്ല, എന്നാൽ മീഡിയം വിട്ടിട്ടുണ്ട്. എനിക്ക് പ്രിഫറബിളി ഈ ഒരു ഡൺനെസ്സിനേക്കാളും കുറച്ചുകൂടി ഒരു പിങ്കിഷ്നെസ് ഇവിടെ കാണുന്ന ഇതാണ് പ്രിഫർ ചെയ്യുക. ജ്യൂസി, കറക്റ്റ് സ്പൈസസ്, റിയലി ഗുഡ്.